മഹാലക്ഷ്മി മാഡം. ഇതെന്താ ഇയാൾക്ക് ടീസി തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജില്? വാ നടക്ക്. ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്തൻ സേവയുണ്ടെന്ന്. അണ്ണാ അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു. ഇത്തവണ മുമ്പേ അവൻ തന്നെയാണോ സംസാരിച്ചത്? അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ? സംസാരിച്ച്. എന്നാ കുഴപ്പമില്ല. ബെറീലിയം കമ്പൈൻ. എന്താ? അത് ഞാൻ പിന്നെ പറയാം. സോറി മാം. ചിരിക്കാതെ കാര്യം പറയണം. മഹാലക്ഷ്മി നീ വീഴ്ത്തോന്ന് പറഞ്ഞില്ലേ? എങ്ങനെ വീഴ്ത്തുന്ന? അവളെ നിനക്ക് വെളി കിട്ടില്ല. അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാമല്ലോ. എങ്ങനെ? കാണുന്ന പോലൊന്നും അല്ല അളിയാ, നീ ആള് കില്ലാടിയാ. നിനക്ക് എപ്പോഴാ മനസ്സിലായത്? കാണാൻ പോകുന്നേ ഉള്ളൂ. ഷോർട്ട് ടൈം ആയി. നീ ചെല്ല്. എന്താടോ ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ? സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി വെളിയിൽ പോകും. അത് വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ബണ്ണി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവര് സിനിമയ്ക്ക് പോയി. അതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഞാൻ ട്രീറ്റ് ചെയ്തതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ബണ്ണി എന്താ പോവാത്തെ? താൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും ഓർത്തിട്ടാ. ഇറ്റ്സ് ഓക്കെ, ബണ്ണി പൊയ്ക്കോ. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ അവരെല്ലാം ഉണ്ടാവില്ലേ? ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും നേരം താനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഇതിന്റെ അർത്ഥം ഞാനും കൂടി വരണമെന്നല്ലേ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തിനാ നോക്കുന്നത്? ഞാൻ വരില്ല. എന്തിനാ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകുന്നത്? ബണ്ണി, ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ? എന്താ മോനെ ബണ്ണി? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടി സി ഒഴിച്ച് എന്ത് വേണേലും ചോദിച്ചോ. ഇത് കോളേജ് ഓതോ റൗഡികളുടെ ക്യാമ്പോ? ഞാൻ റൗഡീസ് നിർത്തിയിട്ട് 25 വർഷമായില്ലേ. അവൻ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ. ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികൾ ആരാടാ? ആരാ? ഓ ദേ അവിടെ. ഓ അവരാണോ? അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ? എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടിട്ടെ. നിനക്ക് എന്തിനാ സെക്യൂരിറ്റി? മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ. എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു. ഞാൻ നാളെ 100 സെക്യൂരിറ്റിയെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടാരേ സാർ. നിന്റെ ആരെ ചോദിച്ചേ? നോക്ക് മോനെ. സർ, അവരുള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സർ. ഏത് കാര്യത്തിലാ? ഞാൻ പഠിക്കുന്ന കാര്യമാ പറഞ്ഞത്. നീയും പഠിക്കാൻ തുടങ്ങിയോ? ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ? അപ്പൊ 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 സാറിനെ കളിയാക്കിയതാ? നോനോ, നിനക്ക് അങ്ങനെ തോന്നിയതാ അല്ലടാ? അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്. അപ്പൊ അങ്ങനൊന്നും അല്ലേ സാർ ഉദ്ദേശിച്ചത്? നീ കൂടുതലൊന്നും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ, പക്ഷെ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ഹലോ, അകത്തേക്ക് വരൂ. എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ ടി സി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് ടി സി? ടി സി അല്ല, AC. വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. AC യോ? എവിടെ ഉണ്ട്? എന്റെ റൂമിലുണ്ട്. വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? AC-യിൽ ഇരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. AC അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി, നമുക്ക് എന്റെ കാറിൽ പോവാം. ഏയ്, കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്ന. മോളെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാൾ മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ AC ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നതിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരിലല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നോ നോ, പറയരുതല്ലേ സാർ.
അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടളയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമേസ്. ബിലീവ് സാർ. എടോ, ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല കള്ള നാറി. തേരി പറയല്ലേ സാർ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഏയ്, ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ, കുഴപ്പമില്ലല്ലോ. AC കൂട്ടിയിട്. ബണ്ണി, എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണ. എടാ മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 ഹലോടാ. ഹലോ എടാ റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണ, ഈ കോളേജിൽ എങ്ങ് റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ AC ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ. മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ടേ നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ, അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്, അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളെ ഒതുങ്ങേണ്ടതാ. അതെന്തിനാ സാർ? ദാ, നിനക്ക് സോഡ പറ്റി അറിയാമോടാ? ഏയ്. ഒന്ന് കാണിച്ചു കൊടുക്ക് സാർ. വേണ്ട, ഷർട്ട് അഴിച്ച വേണ്ട. പാടൊന്ന് കാണിച്ചു കൊടുക്ക് സാർ. ആ വെട്ടിച്ച വേണ്ട. പാട് കാണിച്ചു കൊടുക്ക് സാർ. എന്നെ കൊണ്ട് പോ. കാണിച്ചു കൊടുക്ക് സാർ. അമ്മോ. പന്നം. അണ്ണാ വേണ്ട അണ്ണൻ. എന്റെ അമ്മോ, ഞാൻ ആ മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ B സെക്ഷൻ. ഓ മോളിലാണല്ലേ. പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാതി ചേറ്റെ. ചക്കരേ തുറന്നടാ, നിക്കണോടെ, നിക്കണം. ദാ, എവിടെ പോയിരിക്കായിരുന്നു? മൂത്രം ഒഴിക്കാൻ പോയണ്ണ. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ലണ്ണ. ആ. അണ്ണാ, മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട. ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടാ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ? ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടനാണ് സത്യം. എന്താടാ അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ലേട്ടാ. ഓയ്! ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര്. അമ്മോ, മോശം. അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ, സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി, രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാര് വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതൊരു പിയുണ്ണയാണെ പോലെ തലവല്ലി ചത്തേനെ. സത്യമാ ബണ്ണി. സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് TC തന്നേക്ക് സാർ. ഡോ, കുറച്ച് വെള്ളം കോരി ഒഴിക്ക്. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ? തന്റെ അച്ഛന് തന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? അങ്ങനെയല്ല, സ്നേഹക്കൂടുതലാ. എനിക്ക് എന്തോ ഇത് സ്നേഹമായിട്ടല്ല തോന്നുന്നത്. അച്ഛന് തന്നെ സംശയമാണ്. വാട്ട്? അതേ മഹി, സ്നേഹത്തിൽ വിശ്വാസമാണ് വേണ്ടത്, അല്ലാതെ സംശയം ആവരുത്. ഒരുപക്ഷെ തന്റെ അച്ഛന് തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണെന്ന് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു. ഇങ്ങനെ കോളേജിൽ എങ്ങനെ ചെക്ക് ചെയ്യാനും വരില്ലായിരുന്നു. വാട്ട് ആർ യു സേയിങ്? തന്നെ അച്ഛന് വിശ്വാസം ഇല്ലെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡികളെയും കൂട്ടി വിടുമായിരുന്നു. ആലോചിക്കേ. അമ്മേ, അച്ഛൻ എന്നെ തീരെ വിശ്വാസമില്ലെന്ന് ചോദിക്കേ. എന്തിനാ മോളെ ഇങ്ങനെ വിശ്വാസമില്ലെന്ന് പറയുന്നത്? നീ എന്റെ ജീവനല്ലേ? എന്നാ ഇനി മുതൽ അവരാരും എന്റെ കൂടെ വരണ്ടെന്ന് പറ. അവര് വന്നാ ഞാൻ കോളേജിൽ പോവില്ല. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. നമ്മൾ വലിയ പണക്കാരല്ലേ. മോൾക്ക് സെക്യൂരിറ്റി തന്നില്ലെങ്കിൽ നമുക്കല്ലേ അതിന്റെ മോശം. മമ്മി!
നിനക്കെന്താ ഭ്രാന്ത? എന്ത് വിലയുള്ള സാധനങ്ങൾ ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന തല്ലുകൊള്ളും പറഞ്ഞേക്കാം. നീ മിണ്ടരുത്. അവൾക്ക് ദേഷ്യം വന്നാൽ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചെന്നിരിക്കും. അവൾ എന്റെ മോളാ, പൊട്ടിച്ചോട്ടെ. മോളെ മഹി, എന്റെ പൊന്നല്ലേ, ഇങ്ങനെ വീശി എറിഞ്ഞാ മോളുടെ കൈ വേദനിക്കുള്ളൂ എന്ന് അച്ഛന്റെ പേടി. അതുകൊണ്ടല്ലേ പറയുന്നത്. എന്റെ തങ്കമല്ലേ, അച്ഛന്റെ പുന്നാര മോളല്ലേ, വഴക്കിടല്ലേ. നാളെ മുതൽ ഒരുത്തനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ. ഓക്കെ അല്ലേ? അല്ലേ മോളെ? അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു. What is this noise? ഇന്നെന്റെ മയിലിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. മയിലോ? എന്ത് മയിലേ? മയിലെന്ന് പറഞ്ഞാൽ മനസ്സിലെ മയില്. അക്ഷരം മാറ്റണം. വേണ്ടെങ്കിൽ വിട്ടോ സാറേ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ. രാമേന്ദ്ര, നിനക്കൊരു കത്തുണ്ട്. എന്തിനാണ് ലെറ്റർ ഇങ്ങനെ ചവയ്ക്കുന്നത്? ശരിക്കും ചവയ്ക്കേണ്ടവനെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കിട്ടുമ്പോ അവനെ ചവച്ചരയ്ക്കും ഞാൻ. ചവച്ചരയ്ക്കും, ചവച്ചരയ്ക്കും, ചവച്ചു തുപ്പും. ഇല്ല ബണ്ണി. നന്ദു, ഇന്ന് മഹാലക്ഷ്മി എന്താ കോളേജിൽ വരാത്തെന്നറിയോ? അറിയില്ല. മഹാലക്ഷ്മിയുടെ കാര്യം വിട്ടേക്കടാ. അവളുടെ അച്ഛൻ അറിഞ്ഞ് നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഏയ്, പ്രേമത്തിനേക്കാളും പവർന്നും പെട്രോളിനില്ലടാ. നിന്റെ ഉപദേശകം മതി. ചെന്ന് മഹാലക്ഷ്മി എവിടെ നിന്ന് അന്വേഷിക്കാൻ നോക്ക്. എടാ, ഞങ്ങൾ എത്ര അന്വേഷിച്ചിട്ടും മഹാലക്ഷ്മി വരാഞ്ഞതിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. വേറെ വഴിയുണ്ടാ. അതെന്താ? സംസാരിക്കും സാറേ. ഫോൺ എടുക്കാതെ എങ്ങനെയാ സംസാരിക്കുന്നേ? ആരെങ്കിലും വന്ന് എടുക്കട്ടെ. ഹലോ അമ്മേ, ഞാൻ ദേവസ്യ പ്രിൻസിപ്പാൾ. മോളെന്താന്ന് പറഞ്ഞേ? അവൾ എവിടെ പോയിരിക്കാ? അവളെവിടെയോ പോയിരിക്കുക. എവിടേക്ക് പോയെന്ന് ചോദിക്കേ. അതൊക്കെ ചോദിക്കേണ്ട കാര്യം എന്താടാ? ചുമ്മാ ചോദിച്ചാரு സാർ. അമ്മേ, എവിടേക്കാ അമ്മേ മോള് പോയിരിക്കുന്നേ? സുധീർ എന്നൊരു പയ്യനെ കാണണമെന്നും പറഞ്ഞ അവള് പോയത്. സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാൻ അവള് പോയിരിക്കുന്നെന്ന്. നീ ഇനിയെങ്കിലും ഇവിടുന്ന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിപ്പോകും. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. വാട്ടർ. കണ്ടില്ലേ, നിന്നെ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ എന്റെ മോന്റെ കണ്ണ് അവർ പൊട്ടിച്ചത്. നീ ഇനി ഇവിടെ വന്നെന്നറിഞ്ഞാൽ അവന്റെ ജീവനായിരിക്കും എടുക്കുന്നത്. കളക്ടറാകാൻ വേണ്ടി പഠിച്ച എന്റെ മോന ഇതായിരിക്കുന്നു. കണ്ടില്ലേ? ദയവ് ഏത് കുട്ടി ഇനി ഇവിടെ വരരുത്. അതല്ല അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി. അതൊന്നും വേണ്ട, മോളൊന്ന് പോ. മഹി, നീ എന്തിനാ കരയുന്നേ? നീ കാരണം സുധീറിന്റെ കണ്ണ് പോയെന്ന് ഓർത്തിട്ടാണോ? അവന് കണ്ണ് ഞാൻ കൊടുക്കും. എങ്ങനെ? ഡേയ്, ജയ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ നീരജിനോട് ഒരാൾ നേത്രദാനം ചെയ്യാൻ വരുന്നുണ്ട്, ഓപ്പറേഷൻ റെഡിയായി നിന്നോളം പറ. അതാരാടാ ബണ്ണി?